കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ഇപ്പോൾ ചില സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അത്രേ. രോഗികളായിട്ട് വന്നവർ ഇപ്പോൾ സൗഖ്യമാകുന്ന സമയം. എത്ര പേർക്ക് ആ സൗഖ്യത്തെ റിസീവ് ചെയ്യാൻ കഴിയും? എത്ര പേർക്ക് ആ വിടുതലിനെ റിസീവ് ചെയ്യാൻ കഴിയും? യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം. താങ്ക് യു ലോർഡ് ജീസസ്. 5-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യം വായിക്കാമല്ലോ. 5-ാം അധ്യായം 6-ാം വാക്യം. അവൻ കിടക്കുന്നത് യേശു കണ്ടു. അതെ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. എല്ലാവരും ഒരു നിമിഷം വായി തുറന്ന് അന്യഭാഷകളിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമക്കളെ, ബെഥേസ്ദ കുളത്തെക്കുറിച്ചോ അവിടെ ഇറങ്ങുന്ന ദൂതനെ കുറിച്ചോ അവിടെ നടന്ന സൗഖ്യത്തെക്കുറിച്ചോ അറിവില്ലാത്തവർ അല്ല ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നത്. വായിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: 38 വർഷമായി രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ ആ കുളത്തിന്റെ അടുക്കൽ കിടന്നിരുന്നു. ഇത് പറഞ്ഞാണ് ബൈബിൾ ആ അധ്യായം ആ പാരഗ്രാഫ് ആലേഖനം ചെയ്യുന്നത്. ദൂതൻ ഇറങ്ങാത്തത് കൊണ്ടല്ല, വെള്ളം കലങ്ങാത്തത് കൊണ്ടല്ല, ആരെങ്കിലും സൗഖ്യമാകുന്നത് കാണാത്തത് കൊണ്ടല്ല ഇവൻ സൗഖ്യമാകാതെ ഇരിക്കുന്നത്. ഇന്നും സൗഖ്യമാകാതെ ഇരിക്കുന്നവർ ലോകത്തിൽ എമ്പാടവുമുണ്ട്. യേശുവിന്റെ ശക്തി കുറഞ്ഞത് കൊണ്ടല്ല നീ സൗഖ്യമാകാതിരിക്കുന്നത്. യേശുവിന്റെ വിടുതൽ തീർന്നത് കൊണ്ടല്ല നീ സൗഖ്യമാകാതിരിക്കുന്നത്. 2013 വർഷത്തെ മിനിസ്ട്രി ചെയ്ത് വന്നപ്പോൾ ആ ഗോഡൌണിൽ നിന്ന് പ്രസൻസ് കുറഞ്ഞത് കൊണ്ടല്ല നീ സൗഖ്യമാകാതിരിക്കുന്നത്. നീ സൗഖ്യമാകാതിരിക്കുന്നതിന്റെ കുഴപ്പം അവനല്ല, നീ തന്നെ. സ്തോത്രം പറഞ്ഞ കർത്താവിന്. അതുകൊണ്ട് ആ ബൈബിൾ പറയുന്നത് അവൻ രോഗശാന്തി വേണ്ടിയവർക്ക് സൗഖ്യം കൊടുക്കുവാനിടയായി തീർന്നു. വേണ്ടാത്തവർ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ബൈബിൾ എഴുതി വെച്ചത് വേണ്ടിയവർക്ക് കൊടുത്തു. ഇന്ന് നീ സൗഖ്യമാകാൻ മനസ്സ് വെച്ചാൽ ഇന്ന് അവന്റെ സൗഖ്യം നിനക്ക് അനുഭവിക്കാനിടയായി തീരും. സഭ രോഗികളുടെ കൂട്ടം അല്ല, സഭ സൗഖ്യമായവരുടെ ഗണമത്രേ. കമോൺ, സഭ രോഗികളായവരുടെ കൂട്ടമല്ല, സഭ സൗഖ്യമായവരുടെ കൂട്ടമത്രേ. യേശുവിന്റെ ശരീരത്തിൽ രോഗമില്ലായിരുന്നു. ആമേൻ പറയാമോ കർത്താവിന്? അതോ അവന്റെ ശരീരത്തിൽ രോഗമുണ്ടെന്നാണോ വിശ്വസിക്കുന്നത്? രോഗമില്ലാത്ത ശരീരമായിരുന്നു 33.5 തിരുവയസ്സിന്റെ ശരീരം. അങ്ങനെയെങ്കിൽ ഇന്ന് യേശുവിന്റെ ശരീരം ഏതാ? ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതത്ര ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവത്തിന്റെ സഭ. സഭ രോഗത്തെ ഇമ്പാർട്ട് ചെയ്യുന്നതല്ല, സഭ സൗഖ്യത്തെ പകരുന്നതത്രേ. ഞാൻ ആവർത്തിക്കുന്നു, സഭ രോഗത്തെ ഇമ്പാർട്ട് ചെയ്യുന്നതല്ല, സഭ സൗഖ്യത്തെ പകരുന്നതത്രേ. ഞാൻ തുറന്ന് നിങ്ങൾക്ക് കൈമാറട്ടെ. ഇന്ന് നിങ്ങളിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. യെസ് ഓർ നോ?
Come on, yes or no? Yes or no? നിങ്ങളിൽ വ്യാപരിക്കുന്ന സാന്നിധ്യം നിങ്ങളെ രോഗിയാക്കുന്നതാണോ നിങ്ങളെ സൗഖ്യമാക്കുന്നതാണോ? പറയൂ, വായി തുറന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ ആത്മനിറവിൽ നിങ്ങൾക്ക് കൈമാറുക, സൗഖ്യത്തിന്റെ സാന്നിധ്യം ഓൾറെഡി ഇവിടെ പകർന്നു കഴിഞ്ഞു. എനിക്കിനി വിടുതൽ കിട്ടണം, എനിക്ക് വിടുതൽ വേണം എന്ന് പറഞ്ഞു ഒരാളും ഇതിൻ്റെ അകത്തിരിക്കരുത്. ഓൾറെഡി എൻ്റെ വിടുതൽ അയച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ എന്നെ നിറയ്ക്കാൻ പോകുന്ന ദൈവമെന്നല്ല, ക്രിസ്തുവിൽ എന്നെ നിറച്ചിരിക്കുന്ന ദൈവം. എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയും? ഓൾറെഡി എന്റെ സൗഖ്യം അയച്ചിരിക്കുകയാ, എന്റെ ഭവനത്തിന്റെ വിടുതൽ അയച്ചിരിക്കുകയാ, എന്റെ തലമുറയുടെ വിടുതൽ അയച്ചിരിക്കുകയാ, എന്റെ ഫാമിലിയുടെ ബ്രേക്ക് ത്രൂ അയച്ചിരിക്കുകയാ. ഓൾറെഡി ഹീൽഡ്, ഓൾറെഡി ഹീൽഡ്. യെസ്, നിന്റെ സമ്പത്തിന്റെ നന്മയോ ഓൾറെഡി അയച്ചിരിക്കുക, തലമുറയുടെ ഭാവിയോ ഓൾറെഡി അയച്ചിരിക്കുക, ഓൾറെഡി അയച്ചിരിക്കുക. ഇപ്പോൾ സ്വീകരിക്കുക. പ്രാപിക്കുകയാണ്, ഇന്ന് പ്രാപിക്കണം, ഇന്ന് പ്രാപിക്കണം. നീ വാ തുറന്ന് പറയണം, എന്റെ വിടുതൽ അയച്ചിരിക്കുക, എന്റെ നന്മ അയച്ചിരിക്കുക, എന്റെ യാത്രയുടെ വിടുതൽ അയച്ചിരിക്കുക, എന്റെ കൈവെക്കുമ്പോൾ രോഗി സൗഖ്യമാകുന്ന അത്ഭുതം ഓൾറെഡി അയച്ചിരിക്കുക. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ പ്ലാറ്റ്ഫോം മുഴുവൻ തയ്യാറാക്കിയതിന് ശേഷമാണ് എൻ്റെ മേൽ ദൈവം അഭിഷേകം തന്നത്. ഞാൻ പോകേണ്ട രാജ്യങ്ങളിലെ വിസ ഓൾറെഡി സ്വർഗത്തിൽ സ്റ്റാമ്പ് ചെയ്തതിന് ശേഷമാണ് എന്നെ അവൻ വിളിച്ചത്. കമാ, എൻ്റെ വേലയ്ക്ക് വേണ്ടി നീ വരിക. ഞാൻ വിശ്വസിക്കുന്നു, ഇനി വരുന്നതല്ല, ഓൾറെഡി വന്നു കഴിഞ്ഞിരിക്കുകയാ. നിന്റെ ഭർത്താവിൻ്റെ വിടുതൽ ഓൾറെഡി വന്നു കഴിഞ്ഞു, ഭാര്യയുടെ വിടുതൽ വന്നു കഴിഞ്ഞു. ആ കെട്ട് പൊട്ടാൻ ഇനി പ്രാർത്ഥിക്കേണ്ട, ഓൾറെഡി കാൽവറിയിൽ അത് പൊട്ടിക്കഴിഞ്ഞു. പക്ഷെ ഇവിടെ കിടക്കുന്ന 38 വർഷമായി പാരമ്പര്യമുള്ള ഈ കക്ഷിക്ക് ഈ ഫെയ്ത്ത് ഇല്ല. സത്യത്തിൽ യേശു കർത്താവ് ഉരുവാകുന്നതിന് മുമ്പേ, യേശു ഈ മണ്ണിലേക്ക് വരുന്നതിന് മുമ്പേ കക്ഷി രോഗിയാ. യെസ് ഓർ നോ? ആമേ. കക്ഷി രോഗിയാ. 38 വയസ്സായിട്ട് പുള്ളിക്ക് രോഗമാ. ഈ സമയത്താണ് യേശു കർത്താവ് നടന്ന കുളത്തിന്റെ കരക്കേക്ക് ചെല്ലുന്നത്. എനിക്ക് ആ സാന്നിധ്യം വിവരിക്കാനുണ്ട്, നാവിന് ആരോഗ്യം പോരാ. 38 വർഷം കിടന്നവനെ കാണാൻ ഒരുവൻ നടന്ന് ചെല്ലുകയാ. ഇവൻ വന്നാൽ അറിയാമോ ഇല്ലയോ? യേശു വന്നാൽ അറിയാമോ ഇല്ലയോ? നാസാരന്തരങ്ങൾ അറിയുമോ യേശു വന്നാൽ? കാതറിയുമോ യേശു വന്നാൽ? കണ്ണറിയുമോ യേശു വന്നാൽ? ശരീരം അറിയുമോ യേശു വന്നാൽ? വന്നാൽ അറിയാമെങ്കിൽ ഉള്ളിലിരിക്കുന്നത് അറിയരുതോ? വന്നാൽ അറിയാമെങ്കിൽ ഉള്ളിൽ ഇരിക്കുന്നത് അറിയരുതോ? എത്ര പേർ വിശ്വസിക്കും യേശു എൻ്റെ ഉള്ളിലുണ്ടെന്ന്? അതിൽ അഭിമാനിക്കുന്നവർ എത്ര പേരുണ്ട്? എൻ്റെ ഉള്ളിൽ യേശു ഉണ്ടെന്ന് പറയുമ്പം ഒരു ഭയങ്കര അഭിമാനമുള്ളവർ എത്ര പേരുണ്ട്? അതൊന്നും നമ്മുടെ അഭിമാനമല്ല. നമുക്കിപ്പോൾ അപ്പുറത്തവൻ്റെ കിടപിടിക്കുന്നൊരു മേഖല നമുക്ക് വേണം. അപ്പുറത്തവൻ മഞ്ഞ പെയിൻ്റ് അടിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ചുമലയടിക്കും. ഇതൊന്നും അഭിമാനമല്ല സാറേ. അവൻ കാറ് മേടിച്ചോ, ഞാനും കാറ് മേടിക്കും. കാറ് മേടിക്കണം കേട്ടോ. പക്ഷെ ഇതല്ല നിൻ്റെ പ്രസ്റ്റീജ്. നിൻ്റെ പ്രസ്റ്റീജ് जब से प्यारा यीशु आया मेरा जीवन बदल गया. जब से प्यारा यीशु आया मेरा जीवन बदल गया. जब से प्यारा यीशु आया मेरा जीवन बदल गया. Come on. जब से मैंने उसी है पाया मेरा जीवन बदल गया. जब से मैं उसी है पाया मेरा जीवन.
അവൻ വന്നാൽ അവൻ്റെ സാന്നിധ്യം നിനക്കറിയാൻ കഴിയും. അസാന്നിധ്യം എന്ന് പറഞ്ഞാൽ അവൻ ഇല്ല എന്നതാണെങ്കിൽ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ആളുള്ളതാ. ആവർത്തിക്കുന്നു, അസാന്നിധ്യം എന്ന് പറഞ്ഞാൽ ആളില്ല എങ്കിൽ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ആളുള്ളതാ. യേശുവിൻ്റെ സാന്നിധ്യം അങ്ങോട്ട് ഇറങ്ങി വന്നാൽ നീ അറിയും. യേശുവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നാൽ നിന്റെ രോഗം അറിയും, നിന്റെ ഭാരം അറിയും, നിന്റെ വേദന അത് അറിയും. നിന്നെ തടുക്കാനൊരു പിശാചുണ്ടെങ്കിൽ അവനത് അറിയും. അത്ര വലിയതാണ് അവന്റെ പ്രസൻസ് എന്ന് അറിയുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്യട്ടെ. യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യം ഇതാ, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? സൗഖ്യമാകാൻ നിനക്ക് ഇന്നും കർത്താവ് ചിലരോട് ചോദിക്കുക, ഓൾറെഡി എൻ്റെ വിടുതൽ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടും നീ ഇന്ന് വരെ സ്വീകരിച്ചിട്ടില്ല. ഫൈനൽ വാണിംഗ്, പറ്റുമോ നിനക്ക് നിൻ്റെ വിടുതൽ സ്വീകരിപ്പാൻ? ഇനിയെങ്കിലും നിനക്ക് ആഗ്രഹമുണ്ടോ എനിക്കൊന്ന് വിടുവിക്കപ്പെടണം? ഇനിയെങ്കിലും നിനക്ക് ആഗ്രഹമുണ്ടോ എനിക്കൊന്ന് ആത്മീകനാകണം? ഇനിയെങ്കിലും നിനക്ക് ആഗ്രഹമുണ്ടോ എനിക്കൊരു പ്രാർത്ഥനാ മനുഷ്യനാകണം? ഇനിയെങ്കിലും നിനക്ക് ആഗ്രഹമുണ്ടോ ഒരു പ്രസൻസ് കണ്ടെയ്നറായി മാറാൻ? ഒരു പ്രസൻസ് കണ്ടെയ്നറായി മാറാൻ ഇനിയെങ്കിലും നിനക്ക് ആഗ്രഹമുണ്ടോ? ഇനിയെങ്കിലും ആഗ്രഹമുണ്ടോ നിന്റെ കൈവപ്പിനാൽ 10 രോഗി സൗഖ്യമാകണമെന്ന്? ഇനിയെങ്കിലും ആഗ്രഹമുണ്ടോ കുടുംബമായി ദൈവത്തെ ഒന്ന് സേവിക്കണമെന്ന്? ഇനിയെങ്കിലും ആഗ്രഹമുണ്ടോ ആത്മീകനായി ഒന്ന് മാറണമെന്ന്? എത്ര പേർ ദൈവത്തോട് പറയും യെസ് ലോർഡ്? ബെഥെസ്ദയുടെ കുളത്തിന്റെ തീരത്തല്ലേ എൻ്റെ ശുശ്രൂഷ, രോഗിയായിട്ട് കിടന്നുകൊണ്ടല്ല എൻ്റെ ഇടപാട്. ഞാൻ മനസ്സ് വെക്കുകയാ, എനിക്ക് ആത്മാവിലൊന്ന് ഉയരാൻ ആഗ്രഹമുണ്ട്. ഈ ദൂത് നിങ്ങൾക്കുള്ള ദൈവശബ്ദമാ, സ്വീകരിച്ചോണ്. നീ ഒരു ആത്മസാന്നിധ്യം ചുമക്കുന്നവനായി മാറുക. നിന്റെ അകത്തൊരു അഭിഷേകത്തിന്റെ കനൽ വീണിട്ടുണ്ട്, നിന്റെ അകത്തൊരു നിയോഗമുണ്ട്. നീ ഒരു അഭിഷിക്തനായി മാറുന്ന ദിവസങ്ങൾ എത്തി. ഇപ്പോൾ നിന്റെ കരകളെ ദൈവം തൊടുകയാ. ഇപ്പോൾ നിന്റെ മേൽ ദൈവശക്തി ഇറങ്ങുന്ന സമയമാ. അവന്റെ പവർ അസാകാരാ. മകനെ, ചില രാജ്യങ്ങളിലേക്ക് അവന് നിന്നെ അയക്കാനുണ്ട്, ചില പട്ടണങ്ങളിലേക്ക്, ഹിന്ദിക്കാരുടെ നടുവിലേക്ക്, നോർത്ത് ഇന്ത്യകളിലേക്ക് അവന് നിന്നെ അയക്കാനുണ്ട്. ഈ ദൈവശബ്ദത്തിന് വേണ്ടിയാ അവൻ നിന്നെ കൊണ്ടുവന്നത്. ഇപ്പോൾ അവൻ നിന്നെ തൊടുകയാ. Come on, power of the Holy Ghost, തൊടുകയാ. Mighty name of Jesus. ശക്തി വരുന്നു. ആ മകനെ തൊടാതെ, ആ മകനെ തൊടാതെ. പവർ, പവർ, ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ. സകലം സ്വീകരിച്ചു കൊള്ളുക. ഇപ്പോൾ ദൈവത്തിന്റെ പവർ. You are a presence container. You are a presence container. You are a presence container. നീ ദൈവത്തിന്റെ പ്രസൻസ് നിറഞ്ഞവരത്രേ. യേശു 40 ദിവസം ഫാസ്റ്റ് ചെയ്തു. ലൂക്കോസ് 4:1, ലൂക്കോസ് 4:14. ഒന്നാമത്തെ വാക്ക്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഇത് ഫാസ്റ്റിങ്ങിന് മുമ്പാ. Chapter 4 verse 14. By the power of the Holy Ghost. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. സ്തോത്രം പറഞ്ഞ കർത്താവിന്. യേശു ജനിച്ചത് ആത്മാവിൽ, യേശു സ്നാനമേറ്റത് ആത്മാവിൽ. അവൻ മിനിസ്ട്രി ചെയ്യുന്നതിന് മുമ്പ് ബൈബിൾ പറയുന്നു ആത്മാവിൽ നിറഞ്ഞവനായി. Praise the Lord. എന്നാൽ 40 days fasting കഴിയുമ്പോൾ by the power of the Holy Ghost, by the power of the Holy Ghost, by the power of the Holy Ghost, by the power of the Holy Ghost. Yes. How santo koriyama sandala bakara. സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അതിന്റെ അർത്ഥം എന്താ? ഇവന് മനസ്സില്ല. സൗഖ്യത്തിന് നിനക്ക് മനസ്സില്ലെങ്കിൽ നിന്റെ ഇഷ്ടം രോഗമാ. Yes or no? Right? സൗഖ്യമാകാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ നിന്റെ മനസ്സെന്താ? രോഗിയായിട്ട് ഇവിടെ കിടക്കുക. രോഗത്തെ അല്ല നീ ഇഷ്ടപ്പെടേണ്ട, സൗഖ്യത്തെ ഇഷ്ടപ്പെടണം. എന്റെ ആത്മാവിൽ നിറഞ്ഞ് ഞാൻ പറയുക, സഭ രോഗത്തെ വെറുക്കുന്ന സഭയായിരിക്കണം. തലവേദനയെ നീ വെറുക്കണം, ക്യാൻസറിനെ വെറുക്കണം, ട്യൂമറിനെ വെറുക്കണം, ബാക്ക് പെയിനെ വെറുക്കണം, ആർത്രൈറ്റിസിനെ വെറുക്കണം, തൈറോയിഡിനെ വെറുക്കണം, അലർജറ്റിക്കലായുള്ള രോഗത്തെ വെറുക്കണം, മൈഗ്രൈൻ പോലെയുള്ള വേദനയെ വെറുക്കണം, സ്കിൻ ഡിസീസിനെ വെറുക്കണം. Come on, come on, come on.
രോഗത്തെ വെറുക്കുന്നവരുടെ കൂട്ടമത്രേ സഭ. You must hate sickness. രോഗത്തെ വെറുക്കുക. ബൈബിൾ പറയുന്നു യെശയ്യാ 53:5, പത്രോസ് 2:24, അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക്. ഹല്ലേലൂയ. എങ്ങനെ? അവന്റെ സത്യത്തിൽ ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഗോൽഗോത്തയിലേക്ക് ഒറ്റ പ്രാവശ്യം നോക്കിയാൽ മതി, നൃത്തം ചവിട്ടിപ്പോവും. 39 അടി അപ്പുറത്ത് അടിച്ച് റോമൻ ചാട്ടവാർ കൊണ്ട് മാംസം വലിച്ചു കീറിയത് എൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാ. അവൻ്റെ അടിപ്പിണരുകളാ. ആ ചാട്ടയടിയേറ്റ പുറത്തെ കാണാൻ എത്ര പേരിന്ന് പകൽ ഇവിടെ തയ്യാറുണ്ട്? അവനാ നിനക്ക് വേണ്ടി അടിക്കപ്പെട്ടവൻ. മുൾക്കിരീടം സൂട്ടപ്പെട്ട തലയെ പാർപ്പേ, പൊൻകിരീടം സൂട്ടിനാലും പുകഴ്ന്നിടുവേ, വാരിനാൽ അടിപ്പെട്ട മുതുകെ പാർപ്പേ, ഒവ്വൊരു കായങ്ങള മുത്തം ചെയ്വേ, ഒവ്വൊരു കായങ്ങള മുത്തം ചെയ്വേ, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ആ 2 വരി അറിയാമെന്ന് പറയുന്ന കൈ ഉയർത്തിക്കേ. ഇമ്പയേശു രാജാവേ ഞാൻ പാർത്താൽ പോതും, മഹിമയിൽ അവരോടു ഞാൻ வாழ்ந்தாൽ പോതും. ഇമ്പയേശു രാജാവേ ഞാൻ പാർത്താൽ പോതും, മഹിമയിൽ അവരോടു ഞാൻ வாழ்ந்தாൽ പോതും, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഓ കിരീടം സൂട്ടപ്പെട്ട തലയെ പാർപ്പേ, പൊൻകിരീടം സൂട്ടിനാലും പുകഴ്ന്നിടുവേ, കിരീടം സൂട്ടപ്പെട്ട തലയെ പാർപ്പേ, പൊൻകിരീടം സൂട്ടിനാലും പുകഴ്ന്നിടുവേ, വാരിനാലാടിപ്പെട്ട മുതുകെ പാർപ്പേ, വാരിനാലാടിപ്പെട്ട മുതുകെ പാർപ്പേ, ഒവ്വൊരു കായങ്ങള മുത്തം ചെയ്വേ, ഒവ്വൊരു കായങ്ങള മുത്തം ചെയ്വേ, ഉൾക്കിരീടം സൂട്ടപ്പെട്ട തലയെ പാർപ്പേ, പൊൻകിരീടം സൂട്ടിനാലും പുകഴ്ന്നിടുവേ, ഉൾക്കിരീടം സൂട്ടപ്പെട്ട തലയെ പാർപ്പേ, പൊൻകിരീടം സൂട്ടിനാലും പുകഴ്ന്നിടുവേ, വാരിനാലാടിപ്പെട്ട മുതുകെ പാർപ്പേ, വാരിനാലാടിപ്പെട്ട മുതുകെ പാർപ്പേ, ഒവ്വൊരു കായങ്ങള മുത്തം ചെയ്വേ, ഒവ്വൊരു കായങ്ങള മുത്തം ചെയ്വേ, ഇമ്പയേശു രാജാവേ ഞാൻ പാർത്താൽ പോതും, മഹിമയിൽ അവരോടു ഞാൻ പാർത്താൽ പോതും, ഇമ്പയേശു രാജാവേ ഞാൻ പാർത്താൽ. പരിശുദ്ധാത്മാവ് ചിലർക്ക് പകർന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാ. സ്വീകരിക്കുന്നവർ ആ കര ഉയർത്തി പിടിക്കുക, വിശ്വസിച്ചുകൊണ്ട് പ്രാപിക്കുക. നിന്റെ രക്തത്തിലേക്ക് ദൈവശക്തി ഇറങ്ങുകയാ, നിന്റെ നാഡീ ഞരമ്പുകളിലേക്ക് ദൈവശക്തി ഇറങ്ങുകയാ. ചേർന്ന് പറ, ഞാൻ സ്വീകരിക്കുന്നു, ഞാനത് സ്വീകരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു.
ഇപ്പോൾ തന്നെ കണ്ണുകളടച്ച് കര ഉയർത്തി പിടിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ ഹാർട്ടിന്റെ ഡിസീസ് ഉള്ള ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇപ്പോൾ നിന്റെ വാൽവിലേക്ക് ദൈവശക്തി ഇറങ്ങി വരികയാണ്. ഹാർട്ടിന്റെ ബ്ലോക്കിലേക്ക് ദൈവശക്തി ഇറങ്ങി വരികയാണ്. ഏതെങ്കിലും ഒരു മേഖലയിൽ അസ്ഥി സംബന്ധമായ വേദന അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ റിസീവ് ചെയ്യുക. സഭ ചേർന്ന് പറ, ഞാൻ സ്വീകരിക്കുന്നു. ജസ്റ്റ് ഒരു ബാക്ക് പെയിൻ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇപ്പോൾ ആ പുറത്തേക്ക് കൈവച്ചിട്ട് നീ കൽപ്പിക്ക്, ഞാൻ രോഗത്തെ വെറുക്കുകയാണ്. മേലാൽ എൻ്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകയാൽ ആ മന്ദിരത്തിൽ രോഗമിട്ട് കെട്ടാൻ പിശാചെ നിനക്ക് പറ്റത്തില്ല. നീയുമായിട്ടൊരു കോംപ്രമൈസ് ആയ ഒരു മേഖല എനിക്കില്ല. യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ നിന്നെ ശാസിച്ചു മാറ്റുന്നു. എൻ്റെ യേശുവിന്റെ സൗഖ്യം ഞാൻ ചേർന്ന് പറയാൻ സ്വീകരിക്കുന്നു. കർത്താവ്, ഈ ജനത്തിന് വേണ്ടി അടിയങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഈ ജനം സൗഖ്യമാകുന്നു. ഇവരുടെ സൗഖ്യം ഇവർ റിസീവ് ചെയ്യട്ടെ. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറായനായ വായുതുറന്ന അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചേ. യേശുവിൻ്റെ നാമത്തെ വായുതുറന്ന അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. നസറായനായ യേശുവിൻ്റെ നാമത്തെ ഇപ്പോൾ ഈ ജനം ഹീലാകട്ടെ. By the power of the Holy Ghost, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ ജനം വിടുവിക്കപ്പെട്ട കൃപയ്ക്കായി സ്തോത്രം. ചേർന്ന് കരമുയർത്തി പറ ആമേൻ. ഒരു ശക്തി വന്നു. പെട്ടെന്ന് തലവേദന മാറിപ്പോയി. ഒരു ശക്തി വന്നു. പെട്ടെന്ന് ഒരു ശക്തി വന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വന്ന നിങ്ങളുടെ തലവേദന മാറി ഹൈലി എഡ്യൂക്കേറ്റഡായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഈ സഹോദരിക്ക് ഒരു കഴുത്തിൽ ഈ ഭാഗത്തൊരു മുഴയുണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ ഇപ്പോൾ നോക്കിയപ്പോൾ ഇല്ല. തിരിച്ചു വരികയില്ല. ഇന്ന് കണ്ട മിസ്രയീമിനെ നീ മേലാൽ ഒരിക്കലും കാണുകയില്ല. சிலுவை மீதினில் நான் கோவே தொங்க நேரிடினும் ஆவலாய்வும் அண்டை சேர்வேன். தேவனே, நான் உமது அண்டையில்
യാക്കോബை போல் போகும் பாதையில் ஓடுது பட்டு ராவில் இருள் வந்து மூடிட தூக்கத்தால் நான் கல்லில் சாய்ந்து தூங்கினாலும் என் கனாவில் நோக்கியும்மை கேட்டிச் சேவேன் வாக்கடங்கா நல்ல நாதா தேவனே நான் உமது அண்டையில் இன்னும் நெருங்கி சேர்வதே என் ஆவல் பூமியில். பரத்துக்கேறும் படிகள் போலவே என் பாதை தோன்ற பண்ணும் ஐயா எந்தன் தேவனே. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ മേഖലകളിലേക്ക് ധാരാളം 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 വർദ്ധിച്ചു വരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പാമ്പാടിക്കടുത്ത് ബിൽഡിങ്സിൽ വെച്ച് എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മണിയാകുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ആരാധന. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന് സത്യത്തിലും നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന, നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന ആരാധന ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുക. വരിക, നമുക്കൊരു ഞായറാഴ്ച ഒരുമിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആരാധിക്കാം, കൃപാവരങ്ങളുടെ ആക്ടിവേഷനോടുകൂടി മടങ്ങാം. ഞാൻ വിശ്വസിക്കുന്നു ഞായറാഴ്ച ആമീൻ അഭിഷേകത്തിൻ്റെ വലിയ പകർച്ച പരിശുദ്ധാത്മ പകരുന്ന ദിവസമാണ്. പ്രത്യേകാൽ ദീർഘദിവസങ്ങളായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ ഞങ്ങളുടെ ചർച്ചിലുണ്ട്. ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി, രാജ്യത്തിൻ്റെ വിടുതലിന് വേണ്ടി, കുടുംബങ്ങളുടെ വിടുതലിന് വേണ്ടി നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് എന്താണ് വിളിച്ചു പറയുക. നിങ്ങളുടെ ഏത് പ്രാർത്ഥന വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കണമോ? പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. കൗൺസിലിംഗ് ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി വിളിക്കുക, വരിക. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാണെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനോ കൗൺസിൽ ചെയ്യാനോ ഒക്കെ ഞങ്ങൾക്ക് സമയമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പാമ്പാടിക്കണത്തിൽ ബിൽഡിങ്സിലേക്ക്, രഹബോത്ത് വർഷിപ്പ് സെന്ററിന്റെ ആരാധനകളിലേക്ക് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുക, കൃപാവരങ്ങളോടുകൂടി നിൽക്കുക, മണിക്കൂറുകൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക, അഭിഷേകത്തോടുകൂടി നിൽക്കുക. എന്നേക്കാൾ അധികം ശക്തമായ ദൈവത്തിന് നിങ്ങളെ യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വളരെ പവറായ ദൈവത്തിന് വേണ്ടി നിൽക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നുങ്ങളടുത്ത് വ്യാഴാഴ്ച അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച ഈ എപ്പിസോഡ് കാണുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആർക്കെങ്കിലും ഇത് സ്പോൺസർ ചെയ്യണം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് രാജ്യം അറിയണം, ദേശം അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ മെസ്സേജ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിടുതൽ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതറിഞ്ഞ് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.